വിളിക്കുന്നത് കേൾക്കുന്നതിന് ശ്യാമേ. അതവിടെ കിടന്ന് അടിക്കട്ടെ, എടുക്കാനുള്ള കോളൊന്നുമല്ല. പിന്നെ ആരെ ഇങ്ങനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? ആരെങ്കിലും നിന്നെ ശല്യം ചെയ്യാൻ വിളിക്കുന്നതാണെങ്കിൽ ഞാൻ സംസാരിക്കാം. ഇങ്ങനെയുള്ളവരെ വരച്ച വരെ നിർത്താൻ എനിക്കറിയാം. ഇതേ അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകേണ്ട ടൈപ്പൊന്നും അല്ല. ഇപ്പൊ തന്നെ 6 മിസ് കോളായി. രോഹിതാണല്ലോ. എന്റെ ഫോണിലേക്ക് ഇത്രയും അധികാരത്തോടെ വിളിക്കാൻ പിന്നെ മറ്റാരോ ഉള്ളേ? എന്തിനാ ഈ വിളിക്കുന്നേ? എന്നെ തിരിച്ചു വിളിക്കാൻ വരാൻ വേണ്ടിയായിരിക്കും. പിന്നെ ചിലപ്പോ കുറച്ച് സങ്കടങ്ങളും പറയുമായിരിക്കും. എനിക്കിപ്പോ അത് കേൾക്കാനും അത് കേട്ട് തുള്ളാനുള്ള സമയമൊന്നുമില്ല. നീ ഫോൺ എടുക്ക്, എന്താ പറയുന്നെന്ന് കേക്ക്, എന്നിട്ട് വ്യക്തമായിട്ട് നിന്റെ തീരുമാനം പറ. പിന്നെ ഇങ്ങനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കില്ലല്ലോ. എടുക്കടി. ശമേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ എനിക്കൊന്നും ഇനി നിങ്ങളോട് പറയാനില്ല. ഞാൻ പറഞ്ഞ സമയത്തൊന്നും നിങ്ങൾ കേട്ടില്ലല്ലോ. ഇനി നിങ്ങൾ പറയണത് ഞാനും കേൾക്കുന്നില്ല. ശമേ, ഞാൻ പറയുന്നത് നീ ക്ഷമയോടൊന്ന് കേൾക്ക്. എനിക്കൊന്നും നിങ്ങളോട് പറയാനുമില്ല, കേൾക്കാനുമില്ല. ഇനി എന്നെ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശമേ, നന്നായി. ഇത് നീ നേരത്തെ ചെയ്തിരുന്നെങ്കിലേ ഇത്രയും മിസ് കോൾ നിന്റെ ഫോണിലേക്ക് വരില്ലായിരുന്നല്ലോ. അല്ല, രോഹിത്തിന് എന്തോ എന്നോട് പറയണമെന്ന്, അത് ഞാനിപ്പോ കേൾക്കണമെന്ന്. നീ പറഞ്ഞതൊന്നും അന്ന് അവൻ കേട്ടില്ലല്ലോ. എന്നിട്ട് അവൻ പറയുന്നത് നീ ഇപ്പൊ കേൾക്കണമെന്നോ? അത് ഞാൻ ചോദിച്ചു, പക്ഷെ അതിന് മറുപടിയില്ല. ഉണ്ടാവില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ആണുങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല. രോഹിത് മാത്രമല്ല, എല്ലാ ആണുങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. അവരവരുടെ ആവശ്യത്തിന് നമ്മളെ സമീപിക്കും. അതിനവർക്ക് നമ്മളെ വേണം. എന്നാൽ നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവർ ഒരു വിലയും കൽപ്പിക്കുകയില്ല. ഇത് നിന്റെ മാത്രം കാര്യമൊന്നുമല്ല. ഞാൻ അടക്കമുള്ള പെൺവർഗത്തിന്റെ ശാപം ഇതൊക്കെ തന്നെയാ.